അച്ചു ഇവരുടെ ഒരു ഗ്യാങ്, ഇവർക്ക് മുമ്പായാലും അച്ചു വന്നിട്ടുണ്ട് സിനിമയിൽ. അല്ല അർജുൻ എന്ന് പറയുന്നത് ഇവർക്ക് മുമ്പ് വന്നിട്ടുണ്ട്. അല്ല അല്ല ഷാമിനൊന്നും മാറ്റിയെടുത്ത മലയാളത്തിൽ ഞാൻ ശരി എന്നാ പിന്നെ ഞാനായിരിക്കും സീനിയർ കാര്യസ്ഥനില് ഞാൻ സെക്കൻഡ് സീനിയർ. അതിനുശേഷമാണോ അർജുൻ? അല്ല സംഗീതം ചെറിയ പിന്നല്ലേ ഞാൻ ചെയ്തിട്ടില്ലേ? എന്തോ ചെറുതായിട്ട് ഉറക്കപ്പിച്ച് പറയണ. അല്ല ഈ പറഞ്ഞപോലെ ഇവര് ഈ കഴിഞ്ഞ ഹിറ്റ് നൽകിയവരായിരിക്കുന്നു അല്ലേ? അത് കഴിഞ്ഞിട്ട് ഹിറ്റ് നൽകിയ ആളാണ് നിങ്ങൾ. ഇങ്ങനെ കുറെ പേര് ഹിറ്റുകൾ മാത്രം നമ്മുടെ മലയാള സിനിമയ്ക്ക് തരുന്നത്. അത് നിങ്ങളുടെ മാത്രം കഴിവുകൊണ്ടല്ല, പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നു. ഹിറ്റ് മാത്രല്ല അല്ല അത് അല്ല ഞാൻ പറഞ്ഞ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നതും നല്ല ഡയറക്ടർമാരുമായുണ്ട്. അങ്ങനെ തന്നെ ഹിറ്റുകൾ വരും. ടീം അടിപൊളിയും പിന്നെ ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യുന്ന സമയവും മൊത്തം പരിപാടി ഒത്തു വന്നുകൊണ്ടാണ് അത് പടങ്ങളൊക്കെ ഹൈറ്റ് ആവുന്നത്. ഇപ്പൊ ഈ 2025 എടുക്കുമ്പോൾ തുടക്കം മുതൽ ഹിറ്റ് സിനിമകളിലേക്ക് വന്നു. ആളുകൾ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന സിനിമയിലേക്ക് വരുന്നു. ഒരു കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു, പിന്നീടൊന്ന് ഇരുന്ന് പോയി വീണ്ടും അത് തിരിച്ച് 2025 ഇറങ്ങുമ്പോൾ തന്നെ ഹിറ്റ് പടത്തോടുകൂടി മുക്കാപ്പടം ഉൾപ്പെടെ അങ്ങ് വന്നോടെ രേഖാചിത്രം ഉൾപ്പെടെ ആസിഫിന്റെ പടം, അങ്ങനെ ഓരോന്ന് എടുത്തെങ്കിലും ഇപ്പൊ ഇറങ്ങിയ ഒരു ജാതി ജാതകമാണെങ്കിലും പൊന്മാനാണെങ്കിലും എല്ലാം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന കഥകളായി മാറി, സിനിമകളായി. അതാണ് ഒരു സിനിമയുടെ ഒരു വിജയമാണ്. ഈ സിനിമ സബ്ജക്ട് കേട്ടത് ആഷിഖ് ഉസ്മാന്റെ പ്രൊഡക്ഷനിൽ സബ്ജക്ട് കേട്ടപ്പോൾ അർജുൻ അശോകൻ എന്നൊരു വ്യക്തിക്ക് ഈ സിനിമ ഞാൻ ചെയ്തേക്കാം എന്ന് തോന്നാനുള്ള ഒരു എന്തായിരിക്കും? എന്ത് ഞാൻ ചെയ്യാം ഈ സിനിമ? ഫസ്റ്റ് ADJ വിളിച്ചത്, പിന്നെ ഫസ്റ്റ് കാരണം ADJ തന്നെയാണ്. കാരണം ജോ കണ്ടതിന് ശേഷം എനിക്കിഷ്ടപ്പെടുന്ന ടൈപ്പ് ഓഫ് പടങ്ങൾ സൂപ്പർ ശരണ്യ, കുറച്ചും കൂടി സാധാരണക്കാർക്ക് കണക്ട് ചെയ്യുന്ന പടവും, പിന്നെ അതിൽ ഭയങ്കര രസമായിട്ട് നമുക്ക് അഭിനയിച്ചാൽ കൊള്ളാമെന്നൊരു തോന്നലുണ്ടാവും. അപ്പം അതെനിക്ക് കഥ കേട്ടപ്പോൾ ഫീൽ ചെയ്തായിരുന്നു. പിന്നെ ഈ സ്റ്റോറി സിനിമയായിട്ട് തിയേറ്ററിൽ ഇറങ്ങി കഴിയുമ്പോൾ തിയേറ്ററിൽ പോയി കാണാമെന്നുള്ളൊരു ആകാംക്ഷ എനിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ക്യാരക്ടർ വൈസിൽ ഒരു പീക്കിൽ നിന്ന് അപ്പുറത്തെ പീക്കിലേക്ക് എത്തുന്ന ഒരു പോയിന്റ് ഉണ്ട്. അപ്പം അതൊക്കെ മൊത്തം നോക്കുമ്പോൾ പിന്നെ കോട്ടൊക്കെ ഇട്ട ഡാൻസ്, ആദ്യമായിട്ട് സൂട്ടും കോട്ടിട്ടൊരു പടം, ഫൈറ്റ് ഡാൻസിലൊക്കെ സൂട്ടും കൂട്ടാണ്, മിക്കവാറും സൂട്ടും കൂട്ടാണ്. അത് ഇതിന്റെ ഒരു കളർ പാറ്റേൺ പിടിച്ചേക്കണമല്ലോ എല്ലാവർക്കും. അതിൽ കാരണമുണ്ട് പടത്തിൽ, അത് കറക്റ്റായിട്ട് ഇപ്പൊ പറയേ വേണ്ട, പറയുന്നില്ല. 14 ഞാൻ സിനിമ കണ്ടിട്ട് പറഞ്ഞു അതിന്റെ കാരണം ഞാൻ അന്ന് പറയും. ഇല്ലല്ലോ, ഓരോരുത്തർക്കും ഓരോ ഒരു കളറും അങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ പിടിച്ചിട്ടുണ്ട്. ആക്ച്വലി പിടിച്ചിട്ടുണ്ട്. കാണാതെ പോയിട്ട് ഇന്നാണ് കിട്ടിയത്. പ്രൊമോഷനുമായിട്ട് കിട്ടിയല്ലേ? കാണാതെ പോയാൽ മതി എന്നാലോചിക്കുന്നുണ്ടാവും. ഇങ്ങനെ മാറിയിരിക്കായിരുന്നല്ലോ അല്ലേ? ഇല്ല ചേട്ടാ, അത് നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞാൽ ഇതിന്റെ ഒരു ഭാഗമാണ്. ഈ പറഞ്ഞ ഭയങ്കര ടയറിംഗ് ആണ് ചില സമയത്ത്. പക്ഷെ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചാണല്ലോ ഇതിലോട്ട് വന്നത്. അതിന് വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടുകളും കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ പറഞ്ഞാൽ ലുലുവിൽ നമ്മൾ മെനങ്ങാന്ന് ലോഞ്ചിന് നമ്മൾ ആ സ്റ്റേജിൽ നിന്നു. ഞാൻ ഒരുപാട് തവണ ഇതുപോലത്തെ ലോഞ്ചിൽ കാണാൻ വേണ്ടി പോയി ഫ്രണ്ട്സുമായിട്ട് പോയി നിന്നിട്ടുണ്ട്. പിന്നെ പ്രൊമോഷൻ പോയ സമയത്ത് ഇതുപോലെ ആർട്ടിസ്റ്റുകളെ കയറ്റി വിട്ടിട്ട് താഴെ ഇങ്ങനെ നിന്നിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മളൊരു ആർട്ടിസ്റ്റ് ആയിട്ട് കയറി അതേ സ്റ്റേജിൽ നിന്നിട്ട് ആൾക്കാരോട് സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഭയങ്കര വലുതാണ്, ഭയങ്കര ഡിഫറന്റ് ആണ് സന്തോഷം. തീർച്ചയായിട്ടും അതെ, അതൊരു മനസ്സിൽ നിന്ന് തന്നെ പറഞ്ഞു. അത് ആ ഒരു മൂവ്മെന്റ് എല്ലാവർക്കും അതെ. ഇപ്പം അർജുനാണെങ്കിലും അച്ഛൻ്റെ കൂടെയെങ്കിലും പോയി സ്റ്റേജിന്റെ താഴെ നിന്ന് കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായ വ്യക്തിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ബൗൺസേഴ്സിന്റെ ഒപ്പം നിന്നിട്ട് ഇങ്ങനെ നിന്നിട്ടല്ലേ. കൽക്കിയുടെ ഒക്കെ സമയത്ത് ഞങ്ങൾ ട്രിവാൻഡ്രത്ത് MOT-ലൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ അന്ന് ടോയിനോ ഒക്കെ വന്ന സമയത്ത് അവർ ആൾക്കാർ തള്ളിയിട്ട് അവിടുത്തെ ഗ്ലാസ് ഡോർ ഉടഞ്ഞുപോയി. ഫ്രണ്ടിൽ അത്രയ്ക്ക് തിരക്കായിരുന്നു. ആ കൂട്ടത്തിൽ ഞങ്ങളൊക്കെ ഞെരുങ്ങി എന്നുവെച്ചാൽ ടോയിനോ പോകുന്നുണ്ട്, സംയുക്തം പോകുന്നുണ്ട്. ആൾക്കാർ അത്ര പ്രശ്നം ഇത് ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് കയറാൻ പറ്റില്ല. ഞങ്ങൾ ആൾക്കാർ ഇടയ്ക്ക് ഞങ്ങൾ ഇങ്ങനെ നിൽക്കായിരുന്നു. പിന്നെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തൊരു സൈഡിലൊക്കെ നിന്നു. പിന്നെ പതുക്കെ എങ്ങനെയൊക്കെയോ സ്റ്റേജിലേക്ക് ഒരു പുറകിലൊക്കെ നിന്നു. അപ്പൊ അതൊക്കെ ഓർമ്മ വന്നു എനിക്ക്, നമ്മളിപ്പോ അങ്ങനെ കയറി നിൽക്കുമ്പോ. അല്ല ഇപ്പൊ നമ്മൾ അങ്ങനെ ഒരു ആൾക്കൂട്ടത്തിൽ തള്ളിൽ നമ്മൾ സ്റ്റേജിലേക്ക് എത്തും. ആ ഒരു ഭാഗ്യം അല്ലെ, അതാണ് പ്രേക്ഷകർ. ഒരു കലാകാരന് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ്. പ്രേക്ഷകന് ഇഷ്ടപ്പെടുമ്പോഴാണ് ആൾക്കൂട്ടത്തിന്റെ തള്ളുണ്ടാവുക. അവിടെ നമ്മൾ ഓട്ടോമാറ്റിക് സ്റ്റേജിലെത്തും. ഒരു ഭാഗ്യം തന്നെയാണ്. മഹിമ എങ്ങനെയുണ്ട്? ഇപ്പൊ മലയാള സിനിമ നമ്മൾ തകർത്തോണ്ടിരിക്കുകയാണ്. സൈഡിലൂടെ ഒന്നുമല്ല, ഫ്രണ്ടിലൂടെ തന്നെ പോണം. ഈശ്വരാധീനം കൊണ്ട് വലിയ പ്രശ്നമില്ല, നന്നായിട്ട് പോകുന്നു അല്ലേ? അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.